രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. കർട്ടൻ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോണ്ട് എല്ലായിടത്തും നല്ല മൂടൽമഞ്ഞ്. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി ഗ്രാമത്തിൽ ഇതിനേക്കാളും മൂടൽമഞ്ഞുണ്ടാവും. ഒട്ടും സമയം കളയാണ്ട് നേരെ ഫ്രഷായി ഡ്രസ്സ് മാറി വില്ലേജിലേക്ക് ഇറങ്ങി. പോണ വഴിക്ക് ഇതാ ഒരാൾ കുട്ടിയുടുപ്പൊക്കെ ഇട്ടിട്ട് നിൽക്കണം. അപ്പോൾ അവനൊരു ബിസ്ക്കറ്റും വാങ്ങി കൊടുത്തിട്ട് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. സുഹൃത്തുക്കളെ, ഇതാണ് ഭൂമിയിലെ സ്വർഗം. ആ ഒരു ഡയലോഗാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ മൂടിക്കിടക്കാണ് കേട്ടോ. ഗ്രാമത്തിൽ ഇപ്പോഴും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പുല്ല് മേഞ്ഞിട്ടുള്ള വീടുകളൊക്കെയാണ് ട്ടോ ഉള്ളത്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ട്ടോ. അറ്റം കാണാൻ പറ്റാത്ത പോലെ മഞ്ഞ് മൂടി കിടക്കുന്ന കടുവാടങ്ങൾ കുറേ നേരം നോക്കി നിന്നു ട്ടോ. മഞ്ഞുകാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നെൽകൃഷിയുടെ കാലമായിരിക്കും. അപ്പം ഇതിനേക്കാളും നല്ല രസമുള്ള കാഴ്ചകളായിരിക്കും ഉണ്ടാവുക. വഴി കൂടെ പോകുമ്പോഴാണ് നമ്മൾ ചെറുപ്പത്തിൽ വീടും മലയൊക്കെ വരയ്ക്കില്ലേ, അതുപോലെ പാടത്തിൻ്റെ നടുക്കൊരു വീട് കണ്ടത്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി. കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കണ പാടത്തെ മൂടൽമഞ്ഞൊന്ന് കുറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും വിശപ്പ് കൂടാൻ തുടങ്ങി. ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കോസിയും ലുച്ചിയും കൂടെ ഒരു കോഫിയും കുടിച്ചു. വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഞാൻ നേരെ വർക്കൗട്ട് ചെയ്യാൻ പോയിട്ടോ. സാധാരണ ഞാൻ ഈവനിങ് ആണ് പോവാറ്. ഇന്ന് എൻ്റെ ട്രെയിനർ രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് രാവിലെ തന്നെ ഇറങ്ങിയത്. രാവിലെ തന്നെ കറക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ജിമ്മിലെത്തിയപ്പോഴേക്കും ഒരു 1.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. അതിൻ്റെ ചെയ്ത് എനിക്ക് ദാദരയെന്ന് വേറെയും കേട്ടു. വർക്കൗട്ടൊക്കെ ചെയ്ത് ഫുൾ എനർജി ആയിട്ടുണ്ട്. ഇനി വേണം ഇന്നത്തെ പരിപാടികൾക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിലേ.